Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم വല്ലാഹു ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ അർത്ഥവും ആശയവുമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസിയായ ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയായിരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വളരെയേറെ സ്നേഹിക്കുകയും നമ്മുടെ പാരത്രിക വിജയത്തിനു വേണ്ടി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എമ്പാടും കഷ്ടപ്പെടുകയും ഈ സമൂഹത്തിന്റെ നന്മയെ ഒരുപാട് ആഗ്രഹിക്കുകയും ഈ സമൂഹത്തിനുണ്ടാകുന്ന ഏതൊരു വിഷമത്തെയും വളരെ പ്രയാസകരമായി കാണുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാവണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്, ഈ ഭൂമിയിൽ മറ്റേതൊരു മനുഷ്യനുമായുള്ള ബന്ധത്തെക്കാളുള്ള ഒരു സ്നേഹബന്ധം ആ പ്രവാചകനുമായി ഒരു മുസ്ലിമിന് ഉണ്ടാവണം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. ആ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ മുസ്ലിമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. നമ്മുടെ വാപ്പിയമ്മയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുണ്ട്, ചില കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കാതെ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് ചിലതൊക്കെ അവരെ അനുസരിക്കാതെ പോകുന്നത്? അത്ര പ്രിയമേ നമുക്ക് അവരോടുള്ളൂ, അതുകൊണ്ടാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുണ്ടാവേണ്ട ബന്ധം നമുക്ക് നമ്മളോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതലാവണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അതിനപ്പുറം ചെയ്യാൻ ഒരു ന്യായീകരണവും നമ്മുടെ മുമ്പിൽ ഇല്ല. അതെനിക്ക് ഇഷ്ടമല്ലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാപ്പാക്ക് ഇഷ്ടമല്ലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ജോലിയെ ബാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വരുമാനത്തെ ബാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതത്തെ ബാധിക്കും, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത് എന്ന് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസിയായ മനുഷ്യന് കാരണം ബോധിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഈ പറയപ്പെട്ടതിനേക്കാളേറെ അവന്റെ മനസ്സിൽ പ്രിയമുണ്ടാവേണ്ടത്, ഇഷ്ടമുണ്ടാവേണ്ടത്, കടപ്പാടുണ്ടാവേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നോക്കൂ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറ മിൻ അംരിഹിം. എന്താ പറഞ്ഞറിയോ? അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യത്തിൽ നിങ്ങളോട് കൽപ്പന ഉണ്ടായാൽ, ഒരു കാര്യം നമ്മളോട് കൽപ്പിച്ചാൽ, പിന്നെ നമ്മുടെ ലാഭനഷ്ടം, നമ്മുടെ മറ്റെന്തെങ്കിലും കാഴ്ചപ്പാട്, നിലപാട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യത്തിൽ ഒരു സെലക്ഷന്, ഞാനത് ചെയ്യണോ ചെയ്യണ്ടേ, ഞാനത് എടുക്കണോ എടുക്കണ്ടേ, ഞാനത് ഒഴിവാക്കണോ ഒഴിവാക്കണ്ടേ എന്ന ഒരു തീരുമാനത്തിന് പോലും, ഒരു തെരഞ്ഞെടുപ്പിന് പോലും സത്യവിശ്വാസിയായ മനുഷ്യർക്ക് അവകാശമില്ല. അങ്ങനെ ഒരാൾ ആ അവകാശത്തിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ അർത്ഥം അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ന്യായീകരണത്തിന്റെ പേരിൽ അതിനപ്പുറം നമ്മൾ ചെയ്താൽ, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിച്ചാൽ അവൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഏറ്റവും വ്യക്തമായ, സംശയമില്ലാത്ത ദുർമാർഗത്തിലാണ്, വഴികേടിലാണ്. കാര്യം വളരെ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ സ്നേഹമുണ്ടാവണമെന്ന ആ വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല പറഞ്ഞതായി ഏതൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധിക്കരിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിൽ അല്ല, നമ്മൾ വഴികേടായ വൃത്തികെട്ട നരകത്തിലേക്ക് എത്തുന്ന ഒരു വഴിയിലാണ്. അങ്ങനെ നമ്മൾ എത്തിപ്പെടാതിരിക്കാനാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം ഇത്ര സൂക്ഷ്മവും കൃത്യവുമായിരിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. ആരാണോ തന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചത്, ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവൻ കൃത്യമായ സംശയമില്ലാത്ത വിജയം അവൻ നേടിയിരിക്കുന്നു. പലപ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ആ കൽപ്പന പാലിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായതോ മറ്റേതെങ്കിലുമൊക്കെയായ നഷ്ടമുണ്ടാകുമ്പോൾ നമ്മളത് നഷ്ടമായിട്ട് പറയാറുണ്ട്. പക്ഷേ അത് നഷ്ടമല്ല, അത് ഭയങ്കര ലാഭമാണ്. കാരണം അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തിനെ അനേക ലാഭമായി അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരും. പിന്നെന്ത് നഷ്ടം? അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചതിന്റെ പേരിൽ, അവിടുത്തെ പ്രവാചകന്റെ കൽപ്പന പാലിച്ചതിന്റെ പേരിൽ ഒരു ഉറുപ്പികന്റെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നമുക്കുണ്ടായിട്ടുണ്ടോ? അത് നഷ്ടമല്ല കേട്ടോ, അത് ഭയങ്കര ലാഭം. അത് അല്ലാഹു തആല നമുക്ക് തിരിച്ചു തരും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക, പ്രവാചകനെ സ്നേഹിക്കുക, ആ പ്രവാചകന്റെ കൽപ്പനകളെ അങ്ങനെ തന്നെ പിൻപറ്റുക. നോക്കൂ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. ആയിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിന്റെ മറുപക്ഷത്താണ്. അള്ളാഹുവിന്റെ തീരുമാനത്തിന് നിങ്ങൾ കാത്തിരുന്നോണം
എന്നാണ് ഖുർആന്റെ താക്കീത്. എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അത് സാർത്ഥമാവുക? എങ്ങനെയാണ്? ഒരാളോട് ഇപ്പൊ ഭാര്യയോടുള്ള സ്നേഹം എങ്ങനെയാവണം നമുക്കറിയാം. മാതാവിനോട് ഉമ്മാനോടുള്ള സ്നേഹം എങ്ങനെയാവണം നമുക്കറിയാം. ബാപ്പാനോട് എങ്ങനെയാ സ്നേഹിക്കേണ്ടത് നമുക്കറിയാം. മക്കളെ എങ്ങനെ സ്നേഹിക്കണ്ടേ നമുക്കറിയാം. നേതാക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണ്ടേ, അയൽക്കാരനെ എങ്ങനെ, സുഹൃത്തിനെ എങ്ങനെ നമുക്കറിയാം. ഒക്കെ വേറെ വേറെയാ. ഭാര്യയെ സ്നേഹിക്കുന്ന പോലെയല്ലല്ലോ പെങ്ങളെ സ്നേഹിച്ച്, അങ്ങനെയല്ലല്ലോ ഉമ്മാനെ സ്നേഹിച്ച്, അങ്ങനെയല്ലല്ലോ ബാപ്പാനെ സ്നേഹിച്ച്, ഒക്കെ വേറെയാ. എന്നാൽ അള്ളാഹുവിനോടും അവിടുത്തെ പ്രവാചകനോടുമുള്ള സ്നേഹം എങ്ങനെയാവണം? നമ്മൾ അള്ളാഹിനെ കണ്ടിട്ടില്ല, നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല, അവരൊക്കെ നമ്മൾ ശബ്ദം പോലും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ തെളിവുകളുടെ പിൻബലത്തിൽ അള്ളാഹുവും പ്രവാചകനും ഉണ്ട് എന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുഅ്മിന് എങ്ങനെയാണ് ആ സ്നേഹം പ്രാവർത്തികമാക്കേണ്ടത്? നോക്കൂ, അതും അല്ലാഹു തആല പറയുന്നുണ്ട്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, റസൂലേ നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റെന്തിനേക്കാളേറെ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിൽ ആ ഹുബ്ബുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, അതെങ്ങനെ പ്രകടിപ്പിക്കേണ്ടത്? ഫത്തബിഊനി, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനപരമായ സംഗതി അത് പ്രാവർത്തികമാകുന്നത് അള്ളാഹുവിനെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണ്, അള്ളാഹുവിന്റെ വിരോധങ്ങൾ എന്താണ്, അത് നമുക്ക് ജീവിച്ചു കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് പറഞ്ഞയച്ച ആ പ്രവാചകനെ പിൻപറ്റുക എന്നതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതിന്റെ രൂപം. അപ്പോ അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ പ്രവാചകനെ പിൻപറ്റണം. എന്താ പിൻപറ്റുക പറഞ്ഞാല്? ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ, എന്ത് കൽപ്പിച്ചോ, എന്തുപദേശിച്ചോ അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ യുഹിബ്ബുക്കും, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മളെ അള്ളാഹു സ്നേഹിക്കണോ? അതിന് നമ്മുടെ മുമ്പിൽ അള്ളാഹു നിശ്ചയിച്ച മാർഗം അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ പിൻപറ്റണം. ആ റസൂലിന്റെ ജീവിതത്തെ അല്ലാതെ ഒരു മാർഗമില്ല. നമ്മൾ പറയും ചില ആൾക്കാരെ കുറിച്ച്, ഓ നല്ല ആളാട്ടോ, നല്ല ആൾ പറഞ്ഞാൽ നല്ല മനുഷ്യനാ, പള്ളിക്കൊക്കെ ഉണ്ടാവല്ലോ, പള്ളിക്കലൊക്കെ എപ്പോഴേലും ഉണ്ടാവുള്ളൂ, പെരുന്നാക്കൊക്കെ വരുന്നുള്ളൂ, പക്ഷെ നല്ല ആളാ. എന്ത് നല്ല ആള്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹു പറഞ്ഞത് പ്രാവർത്തികമാക്കുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് നല്ല വർത്താനം പറയണം. അങ്ങനത്തെ ആൾക്കാർ നമുക്ക് മോശക്കാരാ, ഓ ഭയങ്കര കടുംപുറത്താണ്, എപ്പോഴും ഇങ്ങനെ ഇസ്ലാമും ദീനും പറഞ്ഞൊരു വിട്ടുവീഴ്ചയില്ല, പള്ളി മദ്രസയിൽ കണക്കലാണ് എന്നൊക്കെ ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയരുത് അല്ലേ? അപ്പോ അള്ളാഹുവിനെ ഒരുത്തൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാവർത്തിക രൂപം റസൂലുള്ളയെ പിൻപറ്റുക. നമുക്കത് പറ്റുണ്ടോ? നമ്മൾ ചില ആൾക്കാരൊക്കെ അള്ളാഹിനെ പറ്റി ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങനെ തിളച്ചുമറിയും, മൂർത്താവരെ മുടി വരെ നീച്ചിക്കും, അങ്ങോട്ട് തെറി പറയാൻ നമ്മൾ റെഡിയാ. ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളുടെ വൃത്തികെട്ട ഇസ്ലാമിനെതിരായ കമന്റ് വരുമ്പോൾ മറ്റു ചിലരുടെ കമന്റുകൾ അതിനൊക്കെ വെട്ടിമുറിക്കുന്ന കമന്റ് കാരണം. പക്ഷേ അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ ഒരു കൽപ്പനയും അറിയാനല്ല, അത് പിൻപറ്റലുമില്ല, അത് സ്വീകരിക്കലുമില്ല, അത് വേറെ അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയില്ല കേട്ടോ. അള്ളാഹിനെ സ്നേഹിച്ചു എന്ന് അല്ലാഹു തആല ഒരുത്തന്റെ കാര്യത്തിൽ അള്ളാഹ് വിധി പറയുന്നത് അവിടുത്തെ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റി ജീവിക്കുമ്പോഴാണ്. അത് അള്ളാഹ് പറഞ്ഞേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി,
നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ പ്രവാചകനെ പിൻപറ്റണം. അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് ഇസ്ലാമിന്റെ കുറ്റമറ്റ ഒന്നാം തലമുറയിലെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയുന്ന ഒരു വാക്കില്ലേ, അബൂബക്കർ സിദ്ദീഖ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, റളിയല്ലാഹു അൻഹു വറളൂ അൻഹു. എന്താ അർത്ഥം നിങ്ങള്? അള്ളാഹുവിനെ അവർ ഇഷ്ടപ്പെട്ടു, അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടു. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യന്റെ അടയാളാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ഭാഗ്യമുള്ള നല്ല മനുഷ്യന്റെ അടയാളം എന്താ നിങ്ങള്? അള്ളാഹു അവനെ ഇഷ്ടപ്പെടുക, അവൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുക. എങ്ങനെയാ ഇഷ്ടപ്പെട്ടേ? സഹാബത്ത് എങ്ങനെ റളിയല്ലാഹു അൻഹു വറളൂ അൻഹു എന്ന കാറ്റഗറിയിലേക്ക് അവരെങ്ങനെ എത്തിയത്? പൈസ ഉണ്ടാക്കിയിട്ടാ? വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന പടവുകൾ കയറിയിട്ടാ? അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടോ MLA-മാരായിട്ടോ അധികാരം ഉണ്ടായിട്ടാ? അല്ലല്ലോ. എങ്ങനെ എത്തിയത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കൃത്യമായി പിൻപറ്റി ജീവിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം പോലും ജീവിതത്തിൽ വിട്ടുകളയാതെ ചേർത്ത് ജീവിച്ചു. പ്രവാചകൻ നടന്നു പോകുമ്പോ പ്രവാചകന്റെ കാൽപ്പാടുകൾ മണലിൽ ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാൽപ്പാടിൽ ചവിട്ടി അവർ നടക്കാൻ ശ്രമിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ മരച്ചുവട്ടിൽ ക്ഷീണമില്ലെങ്കിലും അവർ പോയിരിക്കും. ഇത് പ്രവാചകൻ ഇരുന്ന സ്ഥലമാണ് അല്ലേ? അത്രേ അവർ പ്രവാചകനെ പിൻപറ്റി. അങ്ങനെ പിൻപറ്റിയപ്പോ അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു. അള്ളാഹു ഇഷ്ടപ്പെട്ടാലോ വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അങ്ങനെ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ അറിയോ? അവന്റെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന. നാളെ പരലോകത്ത് മനുഷ്യന്റെ ജീവിതം രേഖപ്പെടുത്തിയ പുസ്തകവുമായി റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് ചെല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു ചില മനുഷ്യരെ ചേർത്ത് നിർത്തും. എന്നിട്ട് ആ പുസ്തകം ഇങ്ങനെ വായിക്കാൻ പറയുന്ന, ആ പുസ്തകം ഇങ്ങനെ വായിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഒരുപാട് വേണ്ടാത്തരങ്ങൾ വായിച്ചു വരുമ്പോൾ അവനെന്നെ ബോധ്യമാകും, എൻ്റെ നന്മകളെക്കാളേറെ ഒരുപാട് തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ മനസ്സുകൊണ്ട് അവൻ ഉറപ്പിക്കും, ഞാൻ നരകത്തിലേക്ക് എന്നെ നരകം ഇങ്ങനെ കത്തിത്തിമർത്ത് അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അവൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കും, ആ നരകത്തിലേക്ക് എറിയപ്പെടാനുള്ളതാണ് ഞാൻ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവനോട് പറയുന്ന, നിന്റെ ഈ പാപങ്ങളൊക്കെ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, നിനക്ക് ആ സ്വർഗത്തിലേക്ക് പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത് കേൾക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന ആനന്ദമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, അത് ലോകത്തിലെ ഒരു മനുഷ്യനും ഇന്നോളം അനുഭവിച്ചിട്ടുണ്ടാവില്ല. നരകത്തിന്റെ വക്കിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് മാറ്റപ്പെടുക. എന്താ വേണ്ടത്? അള്ളാഹുവിനെ സ്നേഹിക്കണം. എങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? അവിടുത്തെ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ, എങ്ങനെ ജീവിച്ചോ, എങ്ങനെ കാണിച്ചോ, എന്ത് കൽപ്പിച്ചോ, എന്ത് വിരോധിച്ചോ അത് ജീവിതത്തിൽ പുലർത്തണം. അത് സുന്നത്തല്ലേ? നമ്മളെ കാഴ്ചപ്പാട് എങ്ങനെയാ? അത് സുന്നത്തല്ലേ? എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആ ചര്യയോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോ? ആ ചര്യയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? അതിലേതെങ്കിലും ചര്യ അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിലേതെങ്കിലും ചര്യ ഒരു മനുഷ്യന് പറ്റാത്തതാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സ്നേഹിക്കണം. രണ്ട് സ്നേഹമാണ് പ്രധാനം. ഒന്ന്, അള്ളാഹുവിനെ സ്നേഹിക്കണം. എങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? അത് പ്രവാചകനെ പിൻപറ്റിയിട്ടാണ്. ഇനി എങ്ങനെയാ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഫമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ ചര്യയെ ആരാണോ സ്നേഹിച്ചത് അവൻ എന്നെ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പോ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് പ്രാവർത്തികമാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്. പ്രവാചകനോടുള്ള സ്നേഹം അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? അത് പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ കാര്യം കൃത്യമായി മനസ്സിലായല്ലോ. അള്ളാഹുവിനെ മറ്റാരെക്കാളേറെ സ്നേഹിക്കണം ഒരു മുസ്ലിം. അള്ളാഹുവിന്റെ റസൂലിനെ സ്വന്തത്തെക്കാളേറെ സ്നേഹിക്കണം ഒരു മുസ്ലിം.
ഈ രണ്ട് സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് ഒരൊറ്റ മാർഗത്തിലാണ്. ഏതാണ് മാർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞയച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നോ ആ ജീവിതത്തെ നമ്മൾ പിൻപറ്റുക. അതാണ് നമ്മുടെ മുമ്പിലെ മാർഗം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയട്ടോ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു, നമ്മളൊക്കെ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അതിനെ വേറെന്തൊക്കെയോ തലത്തിലേക്ക് മാറ്റിയിട്ട് അത് എന്തൊക്കെയോ ആയിത്തീർന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സത്യത്തിൽ പ്രവാചകനെ സ്നേഹിക്കണോ വേണ്ടേ എന്ന് പോലും സംശയിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ പ്രവാചക സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ് പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടവരാണ് നമ്മൾ. ഈ ഇരിക്കുന്ന ആരും എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടാത്ത പ്രവാചക സ്നേഹത്തിലേക്ക് പോകുന്ന ആൾക്കാരല്ല. പക്ഷേ നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് മാത്രമല്ല, അത്തരം തെറ്റുകളോട് പ്രതികരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞല്ലോ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് വിളിക്കുന്നവൻ. ആരാ അല്ലാഹുവിലേക്ക് വിളിക്കുന്നവൻ? അല്ലാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നുന്നു ഇങ്ങനത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കൈക്കൂടെ അത് നല്ലതല്ലേ, ആ നല്ലതാണല്ലോ എന്ന ബോധത്തെ കൂടി നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. നല്ലതാണോ അല്ലേ? നോക്കൂ, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലുൽ ജന്ന. എൻ്റെ സമുദായത്തിലെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് അദ്ദേഹത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. കുല്ലു ഉമ്മത്തി യദ്ഖുലുൽ ജന്ന. എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും. എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ സമുദായം അവർ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ. ആദ്യം വന്ന സന്തോഷം പോയി, രണ്ടാമത്തെ വാക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിലെത്തൂല. ഇല്ലാ മൻ അബാ. അബാ എന്ന വാക്കിന്റെ അർത്ഥം വിസമ്മതിച്ചു എന്നാണ്, ധിക്കരിച്ചു. ഇല്ലാ മൻ അബാ. ധിക്കാരം പ്രവർത്തിച്ചവരല്ലാത്ത, വിസമ്മതിച്ചവരല്ലാത്ത എൻ്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. ഖാലു. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ ധിക്കാരം പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞല്ലോ, വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞല്ലോ, ആരെ പറ്റിയാണ് പറഞ്ഞത്? അവരെന്താണ് വിസമ്മതിച്ചത്? അവർ എന്താണ് ധിക്കരിച്ചത്? ആരാണ് ആ സ്വർഗം നഷ്ടപ്പെടുന്ന വിഭാഗം? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന. മൻ അതാഅനി. ഞാൻ പറഞ്ഞ കൽപ്പനകൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നും എന്നെ ആരാണോ അനുസരിച്ചത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഒരുപാട് വിദ്യാഭ്യാസമാണെന്നോ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നോ ഓൻ വലിയ വലിയ ആളാവണമെന്നൊന്നുമില്ല. ഈ ഒരു നിബന്ധന അവന്റെ ജീവിതത്തിൽ ഉണ്ടോ, ഓൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി. വമൻ അസാനി. എന്റെ കൽപ്പനകൾക്ക് ആര് എതിര് പ്രവർത്തിച്ചോ, എതിര് പ്രവർത്തിക്കുക പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം, കൽപ്പിച്ച ഒരു കാര്യം, കാണിച്ചു തന്ന ഒരു കാര്യം അത് അംഗീകരിക്കാതെ അതിന്റെ മറുവശം ചെയ്തോ, ഫഖദ് അബാ, അവനാണ് ധിക്കരിച്ചവൻ, അവനാണ് വിസമ്മതിച്ചവൻ, അവൻ നരകത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റാരെക്കാളേറെ സ്നേഹിക്കണം, അള്ളാഹുവിനെ മറ്റാരെക്കാളേറെ സ്നേഹിക്കണം. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ടാണ് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ ആ ഗേറ്റ് കൂടെ അങ്ങോട്ട് കയറി വരാൻ പാടുള്ളൂ. ഏതാണ് ആ ഗേറ്റ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മനസ്സറിഞ്ഞ് ഉറപ്പിച്ച് അംഗീകരിച്ച് ഇങ്ങോട്ട് പറയണം. അപ്പൊ നമ്മളോട് ഒരാളൊന്ന് പറയണേ, എനിക്ക് മുസ്ലിം ആവണം, ഞാൻ എന്താ ചെയ്യണ്ടേ?
എനിക്ക് ചില ആൾക്കാർ വിളിക്കലുണ്ട്, ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുന്നുണ്ട് മുസ്ലിം ആവണമെന്ന് പറയുന്നുണ്ട്, എന്താ ചെയ്യണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അവന്റെ മനസ്സിന് ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ട് അത് പ്രഖ്യാപിക്കാൻ അവനോട് ആവശ്യപ്പെടണം. അത് വെറുതെ ഒരു ചൊറുക്കിന് പറയല്ല, അത് വെറുതെ കേവലം ഒരു സാധാരണയൊക്കെ നമ്മുടെ നാട്ടില് ആളുകളൊക്കെ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സത്യപ്രതിജ്ഞകൾ ഉണ്ടാവാറുണ്ട്. അതുപോലത്തെ ഒരു കേവല പ്രതിജ്ഞയല്ല ഇത്, ജീവിതം കൊണ്ടുള്ള അംഗീകാരമാണ്. അല്ലാഹ് എനിക്ക് ആരാണ് ഇനി മുതൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ എനിക്ക് ആരാണ് ഇനി മുതൽ, അത് അംഗീകരിച്ചിട്ട് വരണങ്ങട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അള്ളാഹുവും റസൂലും അവന് ഏറ്റവും പ്രിയപ്പെട്ടവന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവും അവിടുത്തെ പ്രവാചകനും എന്ത് നമ്മളോട് കൽപ്പിച്ചോ അതിൻ്റെ മേലെ നമുക്കൊരു ഇഷ്ടമില്ല, അതിൻ്റെ മേലെ നമുക്കൊരു താല്പര്യമില്ല, അതിൻ്റെ മേലെ നമുക്ക് വേറെ ഒന്നുമില്ല. അത് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്കും യാത്ര പോയ സംഭവമാണല്ലോ ഇസ്രാവും മിഅ്റാജും. സത്യത്തിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ എത്തണമെങ്കിൽ അന്നത്തെ കാലത്ത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താലേ ഒരു 30 ദിവസത്തെ യാത്രാ ദൂരം ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്? തിരിച്ചിങ്ങോട്ടെത്താൻ അങ്ങനെ 30 വേറെയും വേണം. 2 മാസത്തെ വഴി ദൂരമുള്ള സ്ഥലത്തേക്കാ രാത്രി കിടക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ട്, രാവിലെ എണീക്കുമ്പോ പ്രവാചകൻ വീട്ടിലുണ്ട്. അതിന്റെ ഇടക്ക് മണിക്കൂറുകളുണ്ട്. ആ മണിക്കൂറുകളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരം വെളുത്തപ്പോ ആൾക്കാരോട് പറഞ്ഞത്, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസ് പോയി, പിന്നെ ആകാശത്തിനും പോയി. എല്ലാവർക്കും പ്രവാചകനെ കളിയാക്കാൻ മാത്രം കിട്ടിയാലോ, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് മുഹമ്മദിന് ഭ്രാന്താണ്, എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ഇതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമല്ല. ഇപ്പൊ കേട്ടില്ലേ, 2 മാസത്തെ വഴി ദൂരമുള്ള സ്ഥലത്തേക്ക് ഒരു രാത്രിയിൽ പോയി വന്നു എന്നാ പറയണേ. ഇപ്പൊ കള്ളനല്ലേ അല്ലെങ്കിൽ ഭ്രാന്തനല്ലേ? ആളുകൾ ആഘോഷിച്ചു. ചില ദുർബല വിശ്വാസികൾക്ക് തോന്നി ശരിയല്ലപ്പത്, ഒരു പറഞ്ഞു ശരിയില്ലേ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ? ആളുകൾ അബൂബക്കർ സിദ്ദീഖിനെ തെരഞ്ഞു. കാരണം അബൂബക്കർ സിദ്ദീഖ് ആ നാട്ടിലെ പ്രമാണിയും അറിയപ്പെടുന്നവനും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്. അബൂബക്കർ തിരിച്ചു പോന്നാൽ കുറെ ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവര് നേരെ അബൂബക്കറിന്റെ അടുത്തേക്ക് പോയത്. അബൂബക്കറെ ഈ കേട്ടോ, എന്ത് അന്റെ മുഹമ്മദ് അന്റെ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തിന്ന്. എന്തേ? 2 മാസം യാത്ര ചെയ്താൽ എത്താത്ത ദൂരം ഒരു രാത്രി കൊണ്ട് മൂപ്പര് പോയി വന്നത്രേ. എല്ലാവരും അബൂബക്കറിന്റെ പ്രതികരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സാമൂഹ്യം നോക്കിയപ്പോ അദ്ദേഹം അവരോടൊരു മറുചോദ്യം ചോദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടോ? എന്റെ മുമ്പിൽ വെക്കണ നിങ്ങൾ കേട്ടോ അങ്ങനെ പറയണേ? ഞങ്ങൾ കേട്ട് എല്ലാവരും. അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി അറിയാം, എങ്കിൽ അത് സത്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ അത് സത്യമാണ്. അന്ന് മുതലാണ് അബൂബക്കറിന്റെ പേരിന്റെ കൂടെ അസ്ദിഖ് എന്നൊരു പേര് വന്നത്. എന്താ നിങ്ങള് അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധി കൊടുത്തിട്ടോ തന്ത്രങ്ങൾ ആവശ്യമായി അങ്ങനെ ആയാൽ അതിപ്പോ എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ബുദ്ധിയൊക്കെ ചെറുതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നതേ വഹയിന്റെ അടിസ്ഥാനത്തിലാ. എന്താ വഹി എന്നറിയോ? പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്റെ നിർദ്ദേശ. നമ്മളെത്തിരി പോന്ന ഒരു മനുഷ്യന്റെ മസ്തിഷ്കം എത്രയുള്ളത് അറിഞ്ഞേ? ഒരുത്തന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാല് അതിന്റെ വലുപ്പുണ്ടാവുള്ളൂ ഏകദേശം. ആ മസ്തിഷ്കം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കണേ. ഇന്നലെ ചിന്തിച്ച ഉത്തരം ഇന്നത്തെ ഉത്തരമായിട്ട് തെറ്റിയിട്ട് നമുക്കില്ലേ? ഇന്നലെ ആലോചിച്ചപ്പോ കിട്ടിയ ഉത്തരമല്ല ഇന്ന് ആലോചിച്ചപ്പോ കിട്ടിയത്. അത്രയേ ഉള്ളൂ നമ്മുടെ ബുദ്ധി. ആ ബുദ്ധി കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനയെ നമ്മൾ പലപ്പോഴും അളക്കാൻ നിൽക്കുന്നത്. അതാണ് അപകടം. അള്ളാഹുവും അവിടുത്തെ പ്രവാചകനും ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ അതിന്റെ പേരിൽ വിശ്വാസികൾക്ക് ഒരു സെലക്ഷന്, അത് വേണോ അത് വേണ്ടേ, അത് ചെയ്താൽ നഷ്ടാവൂലേ, അത് ചെയ്താൽ മോശാവൂലേ, അത് ചെയ്താൽ ആൾക്കാർ കളിയാക്കൂലേ അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിന് നമ്മൾ അങ്ങനെ തന്നെ പിൻപറ്റണം? ചില കാര്യങ്ങളിലൊക്കെ നമുക്കാണ് തീരുമാനിച്ചാൽ പോരെ എന്താണ് ഈ ശരി തെറ്റെന്നൊക്കെ.
ശരി തെറ്റുകൾ നമ്മക്കാൻ തീരുമാനിച്ചൂടെ? നമ്മുടെ ഭൗതികവാദികൾ അങ്ങനെ ചോദിക്കണേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ശരിയും തെറ്റൊക്കെ പഠിപ്പിക്കാൻ ഒരു പ്രവാചകൻ വരണോ? നമുക്ക് ബുദ്ധിയില്ലേ? എന്താ ശരി എന്താ തെറ്റെന്ന് നമുക്കാൻ തീരുമാനിച്ചൂടെ? വീട്ടിൽ നിന്ന് ഓടിപ്പോയേ പാപ്പാനിമാനായിട്ട് ഓടിപ്പോയ മകളോട് ചോദിച്ചു നോക്കി, ഓട് ചെയ്തത് എത്താ ശരിയാ? ഓളെ കാഴ്ചപ്പാടിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടവളുടെ കൂടെ പോയത് ശരിയാ? ആ ബാപ്പാനോട് ചോദിച്ചു നോക്കി, ഓട് ചോദിച്ചാൽ ശരിയാ തെറ്റാന്നില്ലേ? ബാപ്പ പറഞ്ഞുതരും. എന്റെ അടങ്ങേറ്. ശരി തെറ്റുകൾ വേർതിരിക്കാൻ മനുഷ്യന് അവകാശമുണ്ടായിരുന്നെങ്കിൽ അമേരിക്കയുടെ ശരി, ഇസ്രായേലിന്റെ ശരി, ഫലസ്തീന്റെ ശരിയാവൂല. ഒക്കെ വേറെ വേറെയാ. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ഏതാണോ അത് തീരുമാനിക്കാൻ അള്ളാഹു മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ല. അതെന്താണെന്ന് തീരുമാനിക്കാൻ അതിന്റെ വഴി പ്രവാചകന്മാർ മുഖേന കൃത്യമായി ലോകത്തിന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, എല്ലാരെയും വിളിച്ചേ, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നഹു, തീർച്ചയായും, കാര്യം സത്യമായിട്ടും തീർച്ചയായിട്ടും ഇതാണ് സംഗതി. എന്താണ് കാര്യം? ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബ്ഇദുകും മിനൻ നാർ ഇല്ലാ ഖദ് അമർതുകും ബിഹി. ഇതാണ് കാര്യം. എന്താ കാര്യം എന്നറിയോ? സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. അതൊരു പ്രസ്താവന, ഒരു കൊട്ടക്കണക്കിന് പ്രസ്താവനയല്ല. അത് ഏകദേശം ഒരു ആശയമല്ല, അതൊരു അടിവരയിടേണ്ട പ്രസ്താവനയാണ്. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, കാരണം സ്വർഗം അള്ളാൻ്റെതാ. ആ സ്വർഗം അള്ള ഒരു മനുഷ്യന് കൊടുക്കണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിച്ചോൽക്ക് അത് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്യണോ അത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതെ പോയിട്ടില്ല. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. വയുബ്ഇദുകും മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അകറ്റാൻ എന്തൊക്കെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യണമെന്നാണോ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നത് അത് മുഴുവനും ഒന്നുപോലും വിടാതെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാതെ പോയിട്ടില്ല. തീർന്നില്ല. ഇനി നോക്കികള്, ഈ പറഞ്ഞ മനസ്സിലായല്ലോ? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എന്തൊക്കെ ചെയ്യാണ്ടോ അതൊക്കെ ചെയ്യണമെന്ന് ഒന്നുപോലും വിട്ടുകളയാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഒന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചോ. കാണി, എന്താ അർത്ഥം അറിയോ? സ്വർഗത്തേക്ക് പോകാൻ എന്തൊക്കെ കാര്യമുണ്ടോ അത് റസൂലുള്ള പറഞ്ഞത് മാത്രം. നരകത്ത് നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അത് റസൂലുള്ള പഠിപ്പിച്ചത് മാത്രമാണ്. ഇത് നമുക്ക് സംശയം തോന്നാതിരിക്കാൻ പ്രവാചകൻ ഒന്നുകൂടി പറയട്ടോ, വലൈസ ശൈഉൻ യുഖർരിബുകും മിനൻ നാരി വയുബ്ഇദുകും മിനൽ ജന്ന ഇല്ലാ ഖദ് നഹൈതുകും ബി. നരകത്തിലേക്ക് നിങ്ങളെ വലിച്ചടുപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന എന്തൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ട്. ഒന്നും കളഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹിയിലൂടെ സ്വർഗത്തിലെത്താനും നരകത്തിൽ നിന്ന് അകന്നു നിൽക്കാനും എന്തൊക്കെ ചെയ്യണമെന്നാണോ എന്തൊക്കെ ഉപേക്ഷിക്കണമെന്നാണോ അള്ളാഹു പറഞ്ഞത് അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത്ര കൃത്യല്ലേ? അല്ലേ? നോക്കൂ, പ്രവാചകന്റെ ഒരൊറ്റ വാക്കുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞാൽ നിങ്ങള്, പ്രവാചകൻ, റസൂൽ സഹാബത്ത് പറയണേ, പ്രവാചകൻ ഒരു നിസ്കാരം നിർവഹിച്ചു. നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് അന്നഹു ഖാല, പ്രവാചകൻ വളരെ ഗൗരവത്തോടു കൂടി ഒരു ഉപദേശം ഞങ്ങൾക്ക് തരികയാണ്. എന്താ നിങ്ങള്, കൃത്യമായ പാടാട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എനിക്ക് ശേഷം പ്രവാചകന്റെ കാലത്ത് സഹാബത്തിന് ഏതൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും പ്രവാചകന്റെ മുമ്പിലെത്തും, ചോദിക്കും, പഠിക്കും, മനസ്സിലാക്കും. അങ്ങനെ ഇരുന്നു. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞോ അതിന്റെ അപ്പുറത്തേക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. ആയിഷ ബീവിന്റെ വീട്ടിലാണ് മരിച്ചു കിടക്കണേ. അവിടെ ചില
തർക്കങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായ പ്രവാചകന്റെ മയ്യത്ത് അതെവിടെ മറവ് ചെയ്യണം? അതിൽ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ സഹാബത്തിന്റെ മനസ്സിലില്ല, അവർ കേട്ടിട്ടില്ല. അതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞു മക്കയിൽ, ചില ആൾക്കാർ പറഞ്ഞു മദീനയിൽ പ്രത്യേകമായ ഒരിടത്ത്, ചില ആൾക്കാർ പറഞ്ഞു അല്ല മദീനയിൽ എല്ലാ മുസ്ലിങ്ങളെയും മറവ് ചെയ്യുന്ന പൊതു ശ്മശാനത്തിൽ. ഇതൊക്കെ തർക്കായി. അങ്ങനെയാണല്ലോ ഓരോരുത്തർ അവനാന്റെ കാര്യം പറഞ്ഞാൽ അത് നടത്താൻ വേണ്ടി പിന്നെ വാശിയാണല്ലോ, അതൊരു തർക്കായി. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നിട്ട് അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേൾക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെ ആ മയ്യത്ത് മറവ് ചെയ്യണം. പ്രവാചകൻ മരിച്ച ആയിഷ ബീബിയുടെ മടിയിൽ കിടന്ന് പ്രവാചകൻ മരിച്ച അവിടെയാണ് പ്രവാചകന്റെ ഖബറുണ്ടായത്, അവിടെയാണ് പ്രവാചകനെ മറവ് ചെയ്തത്. 10,000-കണക്കിന് സഹാബത്തുണ്ടായിരുന്നു, പല ജാതി അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, വാശിയും ഏറ്റുമുട്ടലിന്റെ വക്കത്തായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ തർക്കല്ല, പിന്നെ സംസാരമല്ല. മറ്റേത് വേണമെന്ന് പറഞ്ഞോ അവരെ പിന്നെ വർത്തമാനമില്ല, ഇവിടെ ആവണമെന്ന് പറഞ്ഞോ അവർക്ക് പിന്നെ വർത്താനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ ഇതാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ, അള്ളാഹു ഇഷ്ടപ്പെട്ടു, അള്ളാഹനെ ഓരോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആ ഇഷ്ടത്തിന്റെ കാതലിത. നമ്മളെ മുമ്പിലും വേറെ മാർഗമൊന്നുമില്ല കേട്ടോ, നമ്മളെ മുമ്പിലും വേറെ കുറുക്കു വഴിയൊന്നുമില്ല കേട്ടോ. സ്വർഗം കിട്ടണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിച്ചേ പറ്റൂ. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വരുമാനത്തെക്കാളേറെ, പണത്തെക്കാളേറെ, സ്വന്തത്തെക്കാളേറെ, കുടുംബത്തെക്കാളേറെ സ്നേഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരുടെ കൽപ്പനകൾ നിറവേറ്റുന്നതിൽ ഈ പറയപ്പെട്ടതൊന്നും നമുക്കൊരു തടസ്സമാവാൻ പാടില്ല. അങ്ങനെ തടസ്സമായാൽ നമ്മൾ ധിക്കാരം പ്രവർത്തിച്ചവരാണ്, വഴിമാറിപ്പോയവരാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവരാണ്. ആ ധിക്കാരത്തിന്റെ ഫലം നരകമാണ് എന്നുകൂടി ഓർത്തിരിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ദീന് ഇറക്കി കൊടുത്തു. ദീനിന്റെ നിയമങ്ങൾ A to Z ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഒരു വചനം നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ ദീന് ഇന്നത്തോടുകൂടി നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ഈ ദീനിനെ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നു. ഇനി കൊണ്ടുവന്നു പൂർത്തിയാക്കണം. ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. ഇനി വേറെ ഒരാള് ഈ മതത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ വേറൊരാൾ വരേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അവർക്ക് പൂരിപ്പിച്ചു കൊടുത്തു, പൂർത്തിയാക്കി കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കമുണ്ടായി, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അത് അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താ ഒരു മുസ്ലിമിന്റെ ബാധ്യതകൾ? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഫറുദ്ദൂഹു, ആ വിഷയത്തെ നിങ്ങൾ മടക്കണം. ആരിലേക്ക് മടക്കണം? ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ ദൂതരിലേക്കും അത് മടക്കണം. ആ വിഷയത്തിലോ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ സമാനമായ വിഷയത്തിലോ അല്ലാഹുവും അവന്റെ പ്രവാചകനും എന്താണോ കൽപ്പിച്ചത് അത് സ്വീകരിക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അല്ലാഹുവും
അവിടുത്തെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരിക്കലും പുണ്യകരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുതെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിന്റെ അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദ്. മൻ ആരെങ്കിലും അഹ്ദസ, ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നർത്ഥം. അഹ്ദസ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ചെയ്യാം. മുമ്പ് പ്രവാചകന്റെ മാതൃകയോ കൽപ്പനയോ നിർദ്ദേശമോ ഇല്ലാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ ഒരാൾ പുതിയതായിട്ട് ഉണ്ടാക്കുക, അതാണ് അഹ്ദസ. ആരെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയാൽ ഫീ അംറിനാ ഹാദ, നമ്മുടെ ഈ കാര്യത്തിൽ, അംറിനാ ഹാദ പറഞ്ഞാല് ഈ ദീനിന്റെ കാര്യത്തിൽ, റസൂലുള്ളാഹിന്റെ വീട് ഈത്തപ്പന കൊണ്ടേനി, എന്റെ വീട് കോൺക്രീറ്റ് ആണ്, അപ്പൊ റസൂലുള്ള ഉണ്ടാക്കാത്ത ഈത്തപ്പനന്റെ വീട് ഉണ്ടാക്കിയ റസൂലുള്ള ഉണ്ടാക്കാത്ത കോൺക്രീറ്റിന്റെ വീട് ഉണ്ടാക്കല് പ്രവാചകനോട് എതിർക്കലാവൂലേ? അതല്ല പറഞ്ഞേ. ഫി അംറിനാ ഹാദ, നമ്മുടെ ഈ മതത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു കാര്യം, കൽപ്പിക്കാത്ത ഒരു കാര്യം, നിർദ്ദേശമില്ലാത്ത കാര്യം ഒരാൾ കൽപ്പിച്ചാൽ, പുതിയതായി ഉണ്ടാക്കിയാൽ, മാ ലൈസ ഫീഹി, അത് അതിലില്ലാത്തതാണ്. റസൂലുള്ളാഹി ഇല്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, അതിലില്ലാത്ത, ഖുർആനിലില്ല, ഹദീസുകളിലില്ല, അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ പുതിയതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദ്. എന്താ റദ്ദ് പറഞ്ഞാൽ? കോടതി ഭാഷയാ, എല്ലാവർക്കും അറിയാം. അത് അറബിന്ന് വന്നതാ. റദ്ദാക്കുക പറഞ്ഞാൽ അത് ക്യാൻസൽ ആക്കുക, ഒഴിവാക്കുക, തള്ളപ്പെടുക എന്നർത്ഥം. അതിന് പ്രസക്തിയില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ നാടുകളിലൊക്കെ പ്രവാചകന്റെ ജന്മദിനം വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു പ്രവണത നമ്മളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ അത് നല്ലതല്ല, ശരിയല്ല എന്ന് പറയുന്നവരോട് ചില നിഷ്കളങ്കരായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അത്ര എതിർക്കപ്പെടേണ്ടതാണോ? ഈ കാലത്ത് പ്രവാചകനെ ഒന്ന് അനുസ്മരിക്കാനും പ്രവാചകന്റെ കാര്യങ്ങൾ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും ആ പ്രവാചകന്റെ ചരിത്രവും പ്രവാചകന്റെ മധുവുമൊക്കെ ഒന്ന് ആവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നെങ്കിൽ അത് തെറ്റ് എന്ന് പറയാനുണ്ടോ? അതിന്റെ പ്രശ്നം ഇവിടെ അല്ല. ഒന്ന്, ഏതെങ്കിലും ഒരാളുടെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജന്മദിനം ആഘോഷിക്കൽ ഈ മതത്തിൽ ഒരു പുണ്യമാണെന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകന്റെ മുൻകാലക്കാരായ ഒരുപാട് പ്രവാചകന്മാർ ജനിച്ചു മരിച്ചു പോയിട്ടുണ്ടല്ലോ. അതിലാരുടെയെങ്കിലും ഒരു ജന്മദിനം പ്രവാചകന്റെ കാലത്ത് ഇന്ന് ഇന്ന പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന് പ്രവാചകൻ ആഘോഷിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും വിട്ടുപോകാതെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ പഠനങ്ങളിൽ, പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ എവിടെയെങ്കിലും സഹാബത്തെ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? അവ പറയും പ്രവാചകന്റെ സ്വന്തം ജന്മദിനം ആഘോഷിക്കണമെന്ന്. പ്രവാചകൻ എങ്ങനെ പറയാ? നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പുണ്യം കിട്ടുന്ന ഒരു കാര്യവും പറയാൻ മാറ്റിവെച്ചിട്ടില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് ആ പ്രവാചകനല്ലേ നമുക്ക് പഠിപ്പിച്ചെന്ന്? എപ്പോഴും നമ്മൾ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയേണ്ടത് ഒരു മുസൽമാന്റെ പേര് അത്രമേൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ലേ? അത് ചെയ്യാൻ മടിക്കുന്നവനാണ് ഏറ്റവും പിശുക്കനായ മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? സ്വലാത്ത് ചൊല്ലണ്ടേ? എമ്പാടും ചൊല്ലണ്ടേ? ഏത് നിസ്കാര സ്വലാത്ത് ചൊല്ലാതെ, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കരിച്ചാൽ ശരിയാകുന്ന ഏത് നിസ്കാരമാണ്? എത്ര സ്വലാത്തല്ല നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണ്ടേ? പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്താവണം. പ്രവാചകൻ പഠിപ്പിക്കാത്ത കുറെ സ്വലാത്ത് നമ്മുടെ നാടുകളിലുണ്ട്. പല ജാതി വട്ടത്തിലിരുന്നും നീളത്തിലിരുന്നും ഡാൻസ് കളിച്ചും ചന്ദനത്തിരിയും വിളക്കും കത്തിച്ചു വെച്ചും ഈണത്തിൽ ചൊല്ലി ഭക്ഷണമുണ്ടാക്കി ആഘോഷിക്കുന്ന കുറെ സ്വലാത്തിന്റെ പേരിലുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിലുണ്ട്. അതിന് പ്രവാചകന്റെ പിൻബലമില്ലല്ലോ, സഹാബത്തിന്റെ പിൻബലമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്ത്
അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയിട്ടുണ്ട് എന്ന പ്രവാചകന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ സഹാബത്തില്ലേ അല്ലേ? അള്ളാഹിനെ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ടാണ്. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ടാണ്. അങ്ങനെ പിൻപറ്റി അള്ളാന്റെ റസൂലിന്റെയും സ്നേഹമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഈ ലോകത്ത് വെച്ച് നേടിയ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന. റസൂൽ ഇങ്ങനെ എണ്ണി പറഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിലാണ്, ഉമർ സ്വർഗത്തിലാണ്, ഉസ്മാൻ സ്വർഗത്തിലാണ്, അലി സ്വർഗത്തിലാണ്. സർട്ടിഫിക്കറ്റാണ്, വ്യാജമല്ല, ഒറിജിനൽ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ, അള്ളാന്റെ ഇഷ്ടം നേടിയ, പ്രവാചകനെ പിൻപറ്റി അള്ളാന്റെ ഇഷ്ടം നേടിയ ആ മഹാന്മാർ ആരെങ്കിലും ഈ ഇഷ്ടം കിട്ടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് സത്യസന്ധമായ ഒരു രേഖ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിലുണ്ടോ? ഇല്ല, സത്യമായിട്ടില്ല, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 300 വർഷത്തിന് ശേഷം, 300 വർഷത്തിന്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും മികച്ച സമൂഹം എൻ്റെ കൂടെ ജീവിക്കുന്ന തലമുറയാണ്. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും റസൂലുള്ളാഹിനോട് ക്ലിയർ ചെയ്ത് കൃത്യമാണ് ജീവിതം. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത തലമുറയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത തലമുറയാണ്. ഈ 3 തലമുറയാണ് ഈ ലോകത്തിലെ മികച്ച തലമുറ. 4ാമത്തെ തലമുറയെ റസൂൽ പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയോ? ആ തലമുറയാകുമ്പോഴേക്ക് ഒരുപാട് വേണ്ടാത്തരങ്ങൾ ദീനിലേക്ക് കൂടിച്ചേർന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന ഒരാശയം ആരിലൂടെയോ ഈ സമൂഹത്തിലേക്ക് വന്ന് അതാരൊക്കെയോ പ്രചരിപ്പിച്ച് ഷിയായിസം അത് ഏറ്റെടുത്ത് അത് മുസ്ലിം ലോകത്ത് പല ഭാഗത്തും അതിന്റെ ഭാഗമായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജന്മദിനം ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ദീന് പഠിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഓരോ ചെറിയ കൽപ്പനക്ക് പോലും ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുത്ത പ്രവാചകന്റെ സ്വഹാബിമാരാരും ചെയ്തിട്ടില്ല. പ്രവാചകന്റെ ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാ ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കണേ. 1 വർഷത്തിൽ പോലും ഈ പറയപ്പെട്ട രൂപത്തിൽ പ്രവാചകന്റെ ജന്മദിനം അവർ ആഘോഷിച്ചിട്ടില്ല. ഒരു സഹാബിയും ആഘോഷിച്ചിട്ടില്ല. ലോകത്ത് മുസ്ലിങ്ങൾ പിന്തുണക്കുന്ന 4 ഇമാമുമാരുണ്ടല്ലോ, ഹനഫി, ഷാഫി, മാലിക്കി, ഹംബലി. ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ ഗ്രന്ഥത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും വിശാലമായിട്ട് ആ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. എത്ര ഈ ഇമാമുമാരൊന്നും, അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗത്രയങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങളെയും വിശദീകരിച്ച് സംശയമില്ലാത്ത വിധം വ്യാഖ്യാനിച്ചേ അല്ലേ? പള്ളിയുടെ പുറത്ത് ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് വന്നിക്കണമെങ്കിൽ ആ കൊമ്പുമ്മ ഇരുന്നാൽ എഴുത്തിക്കാപ്പിന്റെ കൂലി കിട്ടുമെന്ന് ചർച്ച ഉണ്ട് പണ്ഡിത ലോകത്ത്. കയ്യിന്റെ ഉള്ളില് ഒരു മുടി മുളച്ചിട്ട് ആ മുടി ഇങ്ങനെ നീണ്ടു പോയിട്ട് കുറേ നീളുണ്ട്. അങ്ങനെ ആകുമ്പോ ഒളു ചെയ്യുമ്പോ ഈ മുടി മുഴുവനും നനയേണ്ടതുണ്ടോ എന്ന ചർച്ചയുണ്ട് പണ്ഡിത ലോകത്ത് ഉണ്ട്. ഒരു പശു പ്രസവിച്ചത് ഒരു മനുഷ്യരൂപത്തിലുള്ള കുട്ടിയാണെങ്കിൽ അതൊരു മനുഷ്യക്കുട്ടിയായിട്ട് വളർന്നാൽ ഒരു ഉളുഹിയത്തിന് അറുക്കാൻ മൃഗത്തിനെ കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടിനെ അറുക്കാൻ പറ്റുമല്ലെന്ന് ചർച്ച ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത്ര സൂക്ഷ്മമായിട്ടാ ഇമാമുമാര് അള്ളാന്റെ ദീന് പരിശോധിച്ച് പാണ്ഡിത്യത്തോടു കൂടി വിധി പറഞ്ഞത്. ഈ 4 മദ്ഹബിലെ ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തില് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്, അതെന്നാണ്, എപ്പോഴാണ്, ഒരര വരി ചർച്ച ഒരു ഗ്രന്ഥങ്ങളിലില്ല. വെറുതെ പറയല്ല, ഇല്ല. ഇനി നോക്കിങ്ങള്, നമ്മുടെയൊക്കെ പള്ളികളില് സാധാരണ വെള്ളിയാഴ്ചകളില് ഖുതുബ, പണ്ടൊക്കെ പള്ളികളിൽ ഖുതുബ മലയാളത്തിലായിരുന്നു. പ്രായമായ ആൾക്കാരോട് ചോദിച്ചോ കണ്ടി, നമ്മുടെ പണ്ടത്തെ പള്ളിയിലൊക്കെ ഖുതുബ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാണ്. പെട്ടെന്ന് ചില സംഘടനാ സംയുക്തങ്ങളിലാണ് ഖുതുബ അറബിയിലാവണമെന്ന ഒരു സംഘടനാ തീരുമാനം വന്നത്. അപ്പൊ പല ഉസ്താദുമാർക്കും അറബിയിൽ ഖുതുബ പറയാനുള്ള പ്രാവീണ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്നൊരു തീരുമാനം എടുത്തതാ, ഒരു അറബിയിൽ ഈജിപ്തുകാരനായ ഒരു വലിയ പണ്ഡിതന്റെ ഖുതുബ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ പുസ്തകം, കിതാബ്, അത് എല്ലാ പള്ളിയുടെയും മിമ്പറിൽ ഉണ്ടാവും, മെഹ്റാബിലുണ്ടാവും. ആ പുസ്തകം നോക്കിയിട്ടാണ് മിക്കവാറും പള്ളിയിൽ ഖുതുബ നിർവഹിക്കുന്നത് വെള്ളിയാഴ്ച. ഇപ്പോഴും ആ കിതാബിന് ഒരു പ്രത്യേകത ഉണ്ട്.
മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണെങ്കിൽ മുഹറം 10ന്റെ ശ്രേഷ്ഠതയായിരിക്കും ആ ഖുതുബന്റെ വിഷയം. അങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും തുടർന്ന് വരാനിരിക്കുന്ന ഒരു മുസ്ലിങ്ങളുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഖുതുബയിൽ മിക്ക ഖുതുബി. ഹജ്ജിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഹജ്ജുമായി ബന്ധപ്പെട്ട ഖുതുബൈക്കാരൻ, റമളാന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ട ഖുതുബൈക്കാരൻ. റബീഉൽ അവ്വൽ മാസത്തിലുള്ള അതിലെ ഖുതുബയിലെ പ്രവാചകന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രവാചകന്റെ മരണത്തിന്റെ കാരണം, പ്രവാചകന്റെ മരണം, അതിന്റെ സംഭവങ്ങളാണ് ആ ഖുതുബന്റെ വിഷയം. ഇല്ലെങ്കിലും വരട്ടെ, റബീഉൽ അവ്വൽ 12ന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അടുത്ത ദിവസത്തിൽ ഒരു ആഘോഷം വരാണ്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കേണ്ടത്. ഏതെങ്കിലും വെള്ളിയാഴ്ച ഖുതുബയിൽ മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് താഴെന്ന് ഉസ്താദ് മലയാളത്തിൽ പറഞ്ഞു എന്നല്ലാതെ മിമ്പർമെന്ന് അവർ വായിച്ച ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ ജന്മദിനം പറയാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല, സത്യമായിട്ടില്ല. അപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് നല്ല കാര്യമില്ലേ? അത് നല്ല കാര്യമാവണമെങ്കിൽ റസൂലുള്ളാഹി പറയില്ലേ, ജന്മദിനം ആഘോഷിക്കുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ മക്കത്തേക്ക് വിളിച്ചു നോക്കാടി. റബീഉൽ അവ്വൽ 12 മക്കത്ത്, റസൂലുള്ളാഹി ജനിച്ചു വളർന്ന മക്കത്ത് അന്ന് എന്താ ഉള്ളത്? മദീനത്ത് നോക്കി, പ്രവാചകന്റെ ഖബറുള്ള മദീനയിൽ റബീഉൽ അവ്വൽ 12നോ റബീഉൽ അവ്വൽ മാസത്തിനോ എന്താണ്? നമ്മളെ ചില ആൾക്കാർ പോയിട്ട് അവിടെ ഹോട്ടലിൽ റൂം എടുത്തുകാണ്ട് വാതിലടച്ചുകാണ്ട് ഇതൊക്കെ പട ചെല്ലി അതിന്റെ വീഡിയോ എടുത്തുകാണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നാട്ടിലേക്ക് അയച്ചുകാണ്ട് മദീനയിൽ കണ്ടോ പ്രവാചകന്റെ, അന്ന് അവിടെ പോയി കാണിക്കട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നല്ല കാര്യമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം അത് എത്ര നല്ലതാണെങ്കിലും അത് മതത്തിൽ നന്നാവൂലാണ്. 2 റക്അത്ത് സുബഹി നിസ്കരിക്കേണ്ട ഞാൻ തീരുമാനിക്കുക, ഞാൻ 3 റക്അത്ത് നിസ്കരിക്കും. കുഴപ്പമെന്താ? 2 സുജൂദ്, ഒരു ഫാത്തിഹ, ഒരു അത്തഹിയ്യാത്ത്, ദിക്ർ, സുജൂദ്, എന്തൊക്കെ ഒക്കെ നല്ലതല്ലേ? പക്ഷെ എൻ്റെ 3ാമത്തെ റക്അത്ത് എൻ്റെ നിസ്കാരം സ്വീകരിക്കുമോ? അതാണ് ഇസ്ലാം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ മതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു പറഞ്ഞ അർത്ഥതലങ്ങൾ. ഇനി അതിൽ വെട്ടാൻ നിൽക്കണ്ട, അതിക്ക് കയറ്റി വെക്കാൻ നിൽക്കണ്ട, അത് തീർന്നിക്കണ. അതിനുള്ളതെന്തോ അത് ചെയ്തോളി, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് വിരോധിച്ചതെന്തോ അതൊന്ന് വിട്ടുന്തോളി, നിങ്ങൾക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാം എന്നല്ലേ അതിൻ്റെ ആകത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീനിനെ ശരിക്കും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുക. ആ പ്രവാചകന്റെ കൽപ്പനകളെ വലിപ്പച്ചെറുപ്പമില്ലാതെ ആ കൽപ്പനകളെ ജീവിതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പിൻപറ്റാൻ ശ്രദ്ധിക്കുക. അതുമാത്രമാണ് പ്രവാചക സ്നേഹം അന്വർത്ഥമാവാനുള്ള വഴി, അതുമാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ആ വഴിയാണ് സഹാബത്ത് സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നേടാൻ അവരെ പ്രാപ്തരാക്കിയത്. ആ സ്നേഹമാണ്, ആ പിൻപറ്റലാണ്, ആ പിന്തുടരലാണ്, അതുമാത്രമാണ് നമ്മുടെ മുമ്പിലുമുള്ള മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നതിന് മുമ്പ് മുസ്ലിം സമുദായത്തോട് റസൂലുള്ളാഹി പറഞ്ഞ വികാരനിർഭരമായ ഒരു വാക്കുണ്ട്, ഇതാ ഞാൻ പോവുകയാണ്. 2 കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. 2 കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, രണ്ടാമത്തേത് അവിടുത്തെ പ്രവാചകന്റെ ചര്യയാണ്, എൻ്റെ ചര്യയാണ്. അത് രണ്ടും നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. അവനെ നമ്മളെ കയ്യിൽ നിന്നൊരു സാധനം വിട്ടുപോകും തോന്നിയാൽ നമ്മൾ കടിച്ചു പിടിക്കൂല, ഈ കോട്ടുവാൻ കൊണ്ട് അങ്ങനെ കടിച്ചു പിടിക്കണം. ഇല്ലെങ്കിൽ അത് കൈവിട്ടു പോകും. അത് കൈവിട്ടു പോയാൽ പിന്നെ നമ്മൾ എവിടെയെന്ന് അറിയില്ല. എല്ലാ കാര്യങ്ങളും ഈ ദീനിൻ്റെ പേരിൽ വേണ്ടാത്തരങ്ങൾ ചേർത്ത് ഈ മതം വികലമാകും. അതുകൊണ്ട് പ്രവാചകന്റെ സ്നേഹമുണ്ടോ? പ്രവാചകന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. വെറുതെ പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പ്രിയപ്പെട്ടവരാകും. അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റി അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രവാചകന്റെ ഇഷ്ടവും നേടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മതം വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ.